ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു 3-4 ഗ്രോ ബാഗിൽ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ പാകമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് വിളവെടുക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഗ്രോ ബാഗിലും നടാറുണ്ട്, പിന്നെ പോട്ടിലും നടാറുണ്ട് കേട്ടോ. കൂടുതലായിട്ട് എനിക്ക് നല്ല വിളവ് കിട്ടുന്നത് ഗ്രോ ബാഗിൽ നടുമ്പോഴായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ കിഴങ്ങ് നടുന്ന സമയത്ത് അതിൻ്റെ കിളിർപ്പ് മണ്ണിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നടാനായിട്ട്. മണ്ണിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് വേണമെങ്കിലും നടാം. പിന്നെ അത് മാത്രമല്ല, നമുക്കത് നെടുകെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ അങ്ങനെയും രണ്ട് വശത്തും കിളിർപ്പുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് നട്ട് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെ നട്ടാലും കിഴങ്ങ് നന്നായി വളർന്നു വരും. ഞാൻ നട്ടതിന് ശേഷം ഏകദേശം ഒരാഴ്ച ആയപ്പോൾ ഇത്രയും ആയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രോ ബാഗിന്റെ താഴെഭാഗത്തായിട്ട് ഞാൻ ഉണങ്ങിയ ഇലകളാണ് ആദ്യം നിറയ്ക്കുന്നത്. അതിനുശേഷം പച്ചക്കറികളുടെ വേസ്റ്റുകൾ, ഉള്ളിത്തൊലി, സബോളത്തൊലി അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് മുകളിലായിട്ട് മണ്ണും പിന്നെ ചാണകപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അകത്തിലേക്ക് നടുന്നത്. കിഴങ്ങ് നട്ട് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 50 മുതൽ ഒരു 120 ദിവസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും. പിന്നെ കിഴങ്ങ് നട്ടൊരു 2 ആഴ്ച കഴിഞ്ഞേച്ച് നന്നായിട്ട് ഇത് കിളിർത്ത് വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ടത്തൊണ്ടൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റ് ഐറ്റംസുകൾ, അങ്ങനെയൊക്കെ ചാണകപ്പൊടി, കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ കിഴങ്ങ് ചെടിയിൽ ഒരു പൂ വരും കേട്ടോ. ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു കുറച്ച് നന്നായിട്ട് കിഴങ്ങൊക്കെ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അധികം താമസമില്ലാതെ ഈ ചെടി ഒരു മഞ്ഞ കളറിലേക്ക് മാറി പഴുത്തു പോയതുപോലെ ഇത് ഉണങ്ങി വീഴും. അതിനുശേഷം ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോകും കേട്ടോ. അത് അപ്പോഴത്തേക്കും നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞെന്ന് മനസ്സിലാകും. പിന്നെ അത് മാത്രമല്ല, ഈ ചെടിയുടെ അടിയിൽ എപ്പോഴും നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് കിഴങ്ങ് വളരുന്നതായിട്ട് കാണുന്നത്. ഉരുളക്കിഴങ്ങ് ചെടി ഇങ്ങനെ പഴുത്ത് വീണ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ കിഴങ്ങ് ഈ മണ്ണിന്റെ അടിയിൽ കിടന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇപ്രാവശ്യം 3 ഗ്രോ ബാഗിലും പിന്നെ ഒരു പോട്ടിലുമാണ് നട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ പൊട്ടറ്റോ ഹാർവെസ്റ്റും കഴിഞ്ഞു കേട്ടോ. ഇത്രയും പൊട്ടറ്റോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ള പൊട്ടറ്റോസ് ആണ് ഈ കാണുന്നത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.